ജില്ലാ മെഡിക്കൽ ക്യാമ്പ് വഴി എൻ്റെ മകൻ സൂര്യദേവിന് ഒരു വീൽ ചെയർ അനുവദിച്ച് തന്നിരുന്നു. അപ്പോൾ പാകമല്ലാത്തത് തന്നിട്ട് ഒരു 4 ദിവസം കൊണ്ട് തിരിച്ചെടുത്തുകൊണ്ടേതാ. വിവരാശം കൊടുത്തു നോക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ വ്യാജമായിട്ട് രേഖ BRCയിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ്. പിന്നെ എൻ്റെ വൈഫിൻ്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ചെയ്യാതെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 2 പ്രാവശ്യം ചെയ്തായിരുന്നു. ഈ വീൽ ചെയറും ഒരു ആർക്കോ മറിച്ച് കൊടുക്കോ വിറ്റതോ എന്തോ ആയിരിക്കാം. നമസ്കാരം. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് അനുവദിക്കപ്പെട്ട ചക്ര കസേര ഉദ്യോഗസ്ഥർ വ്യാജ ഒപ്പ് ചമച്ചുകൊണ്ട് തട്ടിയെടുത്തതായി പരാതി. കോഴിക്കോട് നന്മണ്ട സ്വദേശിയായ ശശികുമാറിന്റെയും ഭാര്യ സുജ ശശികുമാറിന്റെയും മകനായ 12 വയസ്സുകാരൻ സൂര്യദേവനാണ് ഇത്തരത്തിലൊരു ദുര്യോഗം ഉണ്ടായിരിക്കുന്നത്. സെറിബ്രൽ പൾസി എന്ന രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന സൂര്യദേവിന് പരസഹായം കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ശരീരത്തിന്റെ ചലനാവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സെറിബ്രൽ പൾസി എന്ന് പറയുന്നത്. ആ രോഗം ഏതാണ്ട് 75% പിടികൂടിയിരിക്കുന്ന ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയാണ് സൂര്യദേവ് എന്ന് പറയുന്നത്. ഈ സൂര്യദേവിന് വീട്ടിലും മറ്റും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് 30,000-അടുത്ത് രൂപ വരുന്ന ഒരു ചക്ര കസേര ഇത്തരത്തിൽ ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുൻപ് ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് SSKയുടെ ഭാഗമായി ഈ വിദ്യാർത്ഥിക്ക് നൽകിയത്. എന്നാൽ അത് വലിയ ആളുകൾ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അധികൃതർ തന്നെ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് ഈ പിതാവായ ശശികുമാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വ്യാജ ഒപ്പും രസീതുമെല്ലാം ചമച്ചുകൊണ്ട് ഈ മകന് അനുവദിക്കപ്പെട്ട ചക്ര കസേര തട്ടിയെടുത്തതായി അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി തവണ പല സ്ഥലങ്ങളിലായിട്ട് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നാളിതുവരേക്കും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നീതിയും തനിക്ക് ലഭ്യമായില്ല എന്നുള്ളതാണ് ആ പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ തൻ്റെ മകന് ഉപയോഗിക്കുന്നതിന് വേണ്ടി കയ്യിൽ പണമില്ലാഞ്ഞിട്ട് കൂടി പലയിടത്തുമായിട്ട് സ്വരൂപിച്ച് ഏതാണ്ട് 25,000-ഓളം രൂപ വരുന്നൊരു ചക്രക്കസേര ഈ പിതാവിന് വാങ്ങേണ്ടതായും വന്നു. മകൻ ഇത്തരത്തിൽ ഫണ്ട് അനുവദിച്ചു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് 30,000-ഓളം രൂപ വില വരുന്ന ഒരു ചക്രക്കസേര അനുവദിക്കുകയും ചെയ്തിട്ടും അത് തനിക്ക് ലഭ്യമായില്ല. മാത്രവുമല്ല, ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ വലിയ അനാസ്ഥയുണ്ട്, ഉദ്യോഗസ്ഥരുടെ വലിയ കൈയിട്ടുവാറലുണ്ടെന്നെല്ലാം ആരോപിക്കുകയാണ് ഈ പിതാവ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. 2017-18 വർഷത്തിൽ ജില്ലാ മെഡിക്കൽ ക്യാമ്പ് വഴി എൻ്റെ മകൻ സൂര്യദേവിന് അന്ന് ഏകദേശം ഒരു 6 വയസ്സോ അങ്ങനെ ഉണ്ടാവും. ആ ടൈമിൽ ഒരു വീൽ ചെയർ അനുവദിച്ച് തന്നിരുന്നു. കൊമ്മോഡ് ചെയർ, സ്റ്റീൽ വിത്ത് കൊമ്മോഡ് ചെയർ, സുമാർ 30,000 രൂപ പോലെ വിലയുള്ളത്. അത് പാകമല്ലാത്താണ് ഇവർ തന്നത്. ആ പാകമല്ലാത്തത് തന്നിട്ട് ഒരു 4 ദിവസം കൊണ്ട് തിരിച്ചെടുത്തുകൊണ്ടേതാ. അപ്പോൾ തരുമ്പോൾ ഒരു രജിസ്റ്ററിലൊന്നും ഒപ്പിടിച്ചില്ലായിരുന്നു. തിരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒപ്പിട്ട് ഇല്ലായിരുന്നു രജിസ്റ്ററിലൊന്നും. ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ, ഞാൻ വിവരാശം കൊടുത്തു നോക്കുമ്പോൾ ഓരോ സംശയം ഉണ്ടായിട്ട് 2022 ഞാൻ വിവരാശം കൊടുത്തു നോക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ വ്യാജമായിട്ട് രേഖ BRCയിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ്. എനിക്ക് തന്നതായിട്ട് തരാതെ തന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യൊപ്പ് വ്യാജമായിട്ട് അവരെ BRC രജിസ്റ്ററിൽ അതിൻ്റെ എല്ലാ രേഖകളും തെളിവുകളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് വിവരാശപ്രകാരം. പിന്നെ എൻ്റെ വൈഫിൻ്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ചെയ്യാതെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 2 പ്രാവശ്യം ചെയ്തായിട്ട് രേഖ ഉണ്ടായിട്ട് വ്യാജ ഒപ്പിട്ടാ, അവളെ കയ്യൊപ്പ് വ്യാജമായിട്ട് ഇട്ടാണ് എൻ്റെ മകന് വേണ്ടിയിട്ട്. ആ സൂര്യദേവൻ്റെ പേരിൽ ഫിസിയോതെറാപ്പി രേഖകൾ അതിൽ ഫണ്ട് തട്ടിച്ചാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 500 രൂപ ഓരോ ഫിസിയോതെറാപ്പിസ്റ്റിന് കൊടുക്കുന്ന പൈസ വരെ തട്ടിച്ചാണ്. ഈ വീൽ ചെയറും ഒരു ആർക്കോ മറിച്ച് കൊടുക്കോ വിറ്റതോ എന്തോ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ തെളിവൊന്നും നമുക്ക് ഒരു ഉദ്യോഗസ്ഥന്മാർ തന്നിട്ടില്ല. ഇത് ഞാൻ ഭിന്നശേഷി കമ്മീഷനെ അറിയിച്ചിട്ട് അയാൾ എനിക്കെതിരെ ഉത്തരവ് തന്നു എന്നല്ലാതെ എൻ്റെ മകനെ നിലവിൽ 13 വയസ്സുള്ള മകനെ 22 വയസ്സാക്കിയിട്ട് പെരുപ്പിച്ച് കാണിച്ചിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് എനിക്ക് തരികയാണ് ഉണ്ടായത്. പക്ഷേ ഇതിനെതിരെ ഞാൻ വീണ്ടും വിജിലൻസിനെയും പിന്നെ DGPനെയും ഒക്കെ സമീപിച്ചു എങ്കിലും പക്ഷേ നടപടി ഇതുവരെ ഒന്നുമില്ല. അതാണ് ഇപ്പോൾ അവസ്ഥ. മകന്റെ അവസ്ഥ വെച്ചാൽ അവൻ വേറൊരു ചെയർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് 2022 23,000 രൂപ കൊടുത്തിട്ട് ഞാനൊരു ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെയർ വാങ്ങിയാണ്. അത് CP200 എന്ന് പറഞ്ഞ ഒരു ചെയറായിരുന്നു വാങ്ങി. പക്ഷെ അതിന് വേണ്ടി എനിക്ക് കനത്ത ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇത് വാങ്ങുന്നതിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായത് ഇതിന്റെ പേരിലാണ്, ഇവർ തരാത്തതിന്റെ പേരിൽ. ഈ ഭിന്നശേഷി കുട്ടികൾക്ക് തരേണ്ട സാധനങ്ങളൊന്നും തരാതെ ഇവര് തട്ടിപ്പ് നടത്തി രേഖകൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് എനിക്കിപ്പം മനസ്സിലായത്. ഇനിയിപ്പോൾ കോടതിനെ സമീപിക്കാനാണ് ഇപ്പം തീരുമാനം. വിജിലൻസും ഇപ്പം എഴഞ്ഞു നീങ്ങുകയാണ്. ഒന്നും നടപടിയില്ല. ഇപ്പം നിലവിൽ പൊതുവിദ്യാഭ്യാസ
പൊതുവിദ്യാഭ്യാസ ഓഫീസുണ്ട്. പിന്നെ ഇവിടെ തിരുവനന്തപുരം. അവിടെ കിടക്കുകയാണ് ഈ ഫയൽ കംപ്ലീറ്റ് തങ്ങി കിടക്കുക. നടപടിയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള പിന്നെ ഭിന്നശേഷി പുതുതായിട്ട് ചാർജ് എടുത്ത ഭിന്നശേഷി കമ്മീഷണറും ആ ഫയൽ അട്ടിക്കിട്ട് എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അയാളും ഒരു നടപടി എടുത്തിട്ടില്ല അതിൻ്റെ പേരിൽ. നമുക്കൊരു നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബഹുമാനപ്പെട്ട കോടതിക്ക് കൊണ്ടു കൊടുക്കാനാണ് ഈ ഫയലും രേഖകളും ഇവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവും രേഖകളും കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. ഇപ്പോൾ അത് കേരളത്തിലെ മൊത്തം ഭിന്നശേഷി കുട്ടികളെ പേരിൽ ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഇതിൽ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ പിന്നെ ഇവർക്കെതിരെ കോടതിയിൽ കൂടെ നിയമ പോരാട്ടം നടത്താനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇനി ഒരു കുട്ടികളോടും ഇങ്ങനെ പിന്നെ വയ്യാത്ത കുട്ടികളോട് ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു ഇതും ഉണ്ടാക്കരുത്. ഇങ്ങനത്തെ ഒരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് കൃത്രിമം ഉണ്ടാക്കുക. അപ്പോൾ കൊടുത്തു എന്ന് പറയുന്നു ഇത് സാധനങ്ങളൊക്കെ. അപ്പോൾ ഓൽക്കൊന്നും കിട്ടാതെ ഇവർ തട്ടിപ്പടത്തി ഞാൻ ഇവരെ ശരിക്കും ഇത് കൊടുത്ത് വിവരാശ രേഖ പ്രകാരം എടുത്താണ് ഞാൻ ഇതൊക്കെ. അങ്ങനെയാണ് എനിക്ക് പിന്നെ അതിൻ്റെ തെളിവുകൾ മുഴുവൻ ലഭിച്ചത്. അപ്പോൾ അതൊക്കെ കോടതിൻ്റെ മുന്നിൽ എത്തിക്കാനുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി. അദ്ദേഹം പറയുന്നതനുസരിച്ച് തൻ്റെ മകന് ഇതുവരേക്കും നീതി ലഭ്യമായിട്ടില്ല. മന്ത്രിക്കും ഭിന്നശേഷി കമ്മീഷണർക്കും എല്ലാം താൻ പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രവുമല്ല, പലയിടത്തു നിന്നും തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പോലും ഉണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിനൊക്കെ പരാതി നൽകി, എന്നാൽ പോലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക്, അതായത് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. തൻ്റെ മകനുണ്ടായതുപോലത്തെ ഇത്തരമൊരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത്, ഒരു വിദ്യാർത്ഥിക്കും, ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്ന ചിന്ത കൊണ്ടാണ് താനിത് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്. ശരിയാണ്, സെറിബ്രൽ പൾസി എന്ന് പറയുന്ന രോഗം ബാധിച്ചുകൊണ്ട് ഒന്ന് പരസഹായമില്ലാതെ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിക്ക് നമ്മുടെ ഗവൺമെൻറ് അനുവദിച്ച പണം പോലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ കൈയിട്ട് വാറൽ മൂലം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ നാട് ചെന്നെത്തിയിരിക്കുന്നത്. വല്ലാത്തൊരു വേദനയാണ് ഉണ്ടാക്കുന്നത്. കാരണം വിധി ക്രൂരത കാണിച്ചവരോട് അതിലും വലിയ ക്രൂരതയാണ് ഇത്തരത്തിൽ ഈ പണത്തോട് അർത്തിമൂത്ത നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ലജ്ജ തോന്നുന്നത്. കോഴിക്കോട് നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.